കല്യാണം മാറ്റിവെച്ചോ നീട്ടിവെച്ചോ അതോ കല്യാണം തന്നെ വേണ്ടാന്ന് വെച്ചോ എന്നൊന്നും എനിക്കറിയില്ല. കല്യാണത്തിന്റെ കമ്മിറ്റിക്കാരിവിടെ വേറെ ഉണ്ട്, അവരോട് ചോദിക്കും. രണ്ടും കൂടി നാട്ടുകാരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്ക്. കല്യാണം മാറ്റിയോ നീട്ടിയോ കുറുക്കിയോ ചോദ്യങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ അന്നേ പറഞ്ഞതായി കല്യാണം നടക്കില്ല എന്ന്, കേട്ടില്ലേ? അനുഭവിച്ചോ? ശ്രേയാമയുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടത്തിയിരിക്കും. നടത്തിക്കോ. ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. ആരും എന്നോട് ചോദിക്കാൻ വരായിരുന്നാ മതി. ബാലമ്മ വേണ്ട ബാലമ്മ. ഇതുപോലുള്ള രണ്ടെണ്ണം മതിയല്ലോ മനുഷ്യന്റെ വിശപ്പ് കെടുത്താൻ. അമ്മേ, ശ്രേയ വിളിച്ചിരുന്നോ? ഇല്ല, ഞാൻ വിളിച്ചപ്പോ തിരിച്ചു വിളിക്കാമെന്നാ പറഞ്ഞേ. എടാ, നീ വിഷമിക്കണ്ടടാ. ശ്രേയ പറഞ്ഞതാ. കല്യാണം നീട്ടിന്ന് അയാൾ ആക്കിക്കൊണ്ട് പറഞ്ഞപ്പോ തിരിച്ചു പറയാൻ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ എന്ത് പക്ഷേ? രമേശ് അളിയൻ പറഞ്ഞ കാര്യമാ മനസ്സ് ഓർമ്മ വന്നത്. മേഡത്തിന് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഈ കല്യാണം നടക്കുമെന്ന്. എനിക്ക് സംശയമുണ്ടമ്മേ, എന്റെ കല്യാണം നടക്കുമെന്ന്. എടാ, നീ എന്തൊക്കെയായി പറയുന്നേ? കല്യാണം തീരുമാനിച്ചത് മുതൽ ഇന്നേ വരെ ശ്രേയ പറയുന്നത് പോലല്ലേ നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? അതില്ല. ആ, പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നേ? എടാ, മനസ്സിലൊന്നും കാണാതെ അവൾ ഒന്നും പറയില്ല, ഒന്നും ചെയ്യേയില്ല. അതൊക്കെ ആയിരിക്കും. മേഡത്തെ പോലല്ലോ എന്റെ മനസ്സ്. ഓരോ നിമിഷവും നെഞ്ചിരിപ്പ് കൂടി വരിക. നീ കാട് കയറി ചിന്തിക്കണ്ട. നമുക്ക് വാക്ക് തന്നിരിക്കുന്നത് ശ്രേയ. അമ്മേ, എന്താടാ? എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി മേഡത്തിനെ ഒന്ന് വിളിച്ചു നോക്ക്. വിളിക്കേ. ശരി, വിളിക്കാം. എടുക്കുന്നില്ല. എന്തായമ്മേ? അവള് ഫോൺ എടുക്കുന്നില്ല. അമ്മ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. നോക്ക്. മോളെ മോളെ വിളിച്ചപ്പോ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. മോളുടെ കോള് കാണാത്തോണ്ട് വിളിച്ചാണേ. ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, അതാ വിളിക്കാതിരുന്നേ. ആ അതെ. എന്താ ആന്റി? ഇവിടെ എനിക്കും അരവിന്ദനും പിന്നെ അയാൾക്കും വിളികൾ വന്നു തുടങ്ങി. കല്യാണം നീട്ടിവെച്ച കാര്യം ചോദിച്ചേ. ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണല്ലോ. അരവിന്ദും ഞാനും വല്ലാത്ത ടെൻഷനില്ല. ഇവിടുള്ള ഒരു സന്തോഷത്തിലും
സന്തോഷിക്കട്ടെ ആന്റി. അതെത്ര മണിക്കൂർ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം. ദുരിതങ്ങളുടെ മുന്നോടിയായി ചെറിയ സന്തോഷം ഉണ്ടാവും. അതവരാഘോഷിക്കട്ടെ. ആഘോഷം ആക്കുന്നുണ്ട് മോളെ.